എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. ഈ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കോവയ്ക്ക വേണം. കോവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കോവയ്ക്കയുടെ മുകളിലത്തെയും താഴത്തെയും ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ആ ഒരു വേസ്റ്റാണ്, അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടി കുറച്ച് വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഒത്തിരി കട്ടി ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കോവയ്ക്ക ആ മെഴുക്കുവരട്ടിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൽ എത്ര കട്ടി കുറയ്ക്കാമോ അതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പച്ചയായിട്ടുള്ള കോവയ്ക്ക എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പഴുത്ത കോവയ്ക്ക ആകുമ്പം അതിനൊരു പുളി പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പം നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പച്ചയായിട്ടുള്ള കോവയ്ക്ക എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ കോവയ്ക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിൽ കട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലാണെങ്കിലും കട്ട് ചെയ്ത് 4ആയിട്ട് മുറിച്ചാണെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കോവയ്ക്ക എന്ന് പറയുന്ന വെജിറ്റബിൾ നമ്മുടെ ഷുഗർ പേഷ്യൻസ് നമുക്ക് കഴിക്കാനായിട്ടുള്ള നല്ല ബെസ്റ്റ് വെജിറ്റബിളാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുത്തുവിടാനും സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ലഞ്ച് ടൈമിൽ തയ്യാറാക്കാനും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടി റെസിപ്പിയാണ്. അപ്പോൾ കോവയ്ക്കെല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാള വേണം, അതുപോലെ തന്നെ പച്ചമുളക് വേണം. ഞാനിവിടെ 2 പച്ചമുളകാണ് എരിവിന് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചമുളക് ജസ്റ്റ് 4ആയിട്ടൊന്ന് കീറിയിടാം. അതുപോലെ തന്നെ സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം കോവയ്ക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ഒരു സവാള ചേർത്തത്. ചെറിയൊരു സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ. അപ്പം ആദ്യം നമുക്ക് ഈ പച്ചമുളകും ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കോവയ്ക്ക വെച്ച് നമുക്ക് പല കറികൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം മീനില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കോവയ്ക്ക വെച്ചിട്ട് മീൻ കറി പോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കോവയ്ക്ക വെച്ചിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ അതിനേക്കാൾ ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതാകുമ്പം ഒത്തിരി പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, മെഴുക്ക് പുരട്ടിയാണിത്. പിന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും കോവയ്ക്ക മെഴുക്ക് പുരട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അത് കയ്യിലില്ലാതെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തുവിടാനാണെങ്കിലും നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സവാളയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് സവാളയുടെ കളറൊന്നും നമുക്ക് ഒത്തിരി ചേഞ്ച് ആയിട്ടൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ആരും മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ. ഇപ്പം നമ്മൾ സവാളയൊക്കെ ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. അത് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക അരിഞ്ഞ് വെച്ചവിടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയും കോവയ്ക്കയും പച്ചമുളകും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണം നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ച ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ടൈമിൽ മുളക് പൊടി ചേർക്കുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് കോവയ്ക്കൊക്കെ ഒന്ന് കുക്ക് ആയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ കുറച്ച് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു കോവയ്ക്ക എടുത്ത് കഴിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇത് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പച്ചയായിട്ടായിരിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ കോവയ്ക്ക വെന്ത് കിട്ടുന്നത് വരെ നമ്മളത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. കോവയ്ക്ക വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോവയ്ക്ക അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും.
അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 8 മിനിറ്റോളം എടുത്തു. അപ്പോൾ നമ്മളുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത്. അതാകുമ്പോൾ നമുക്ക് എരിവുണ്ടാവില്ല, കളറാണ് കിട്ടുന്നത്. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ മുളക് പൊടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ മെഴുക്ക് പുരട്ടി കാണുമ്പോൾ തന്നെ നല്ലൊരു കളറും കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞിച്ചാണ് നമ്മളുടെ മെഴുക്ക് പുരട്ടി ഇരിക്കുന്നത്. അപ്പം ഈ ഒരു രീതി ചെയ്ത് കൊടുത്താൽ നമുക്ക് കളറായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ കോവയ്ക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കോവയ്ക്ക നന്നായിട്ട് വെന്താണ് വന്നേക്കുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നമ്മളുടെ ഈ സവാളയാണെങ്കിലും കോവയ്ക്കയാണെങ്കിലും ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. മെഴുക്ക് പുരട്ടി ആ ഒരു രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.